ഞാൻ നിങ്ങളെ വീഡിയോയിലേക്ക് ക്ഷണിച്ചില്ലേ, അത് ഇത് കാണാൻ. എന്താന്നല്ലേ, ഇഞ്ചി കൊണ്ടൊരു അച്ചാറാണ്. നിഹമോളെ, ഇഞ്ചി ആഡ് ചെയ്യുന്ന പല വിഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ ഇഞ്ചി കൊണ്ട് അച്ചാർ കാണുന്നത്. അത് നമുക്ക് ഉമ്മമ്മ പരിചയപ്പെടുത്തി തരുന്നു. ഉമ്മമ്മക്ക് വെറൈറ്റി ആയിട്ടില്ല ഒരുപാട് അച്ചാറുകൾ അറിയാം. നമുക്കൊന്ന് നോക്കി വെക്കാം. ഇഞ്ചി നല്ലോണം കഴുകി വൃത്തിയാക്കി. ഇനി ഇഞ്ചി കുനുകുനാ അരിയണം. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. കടുക് വറുത്ത് പൊടിച്ചത്, ഉലുവ വറുത്ത് പൊടിച്ചത്. ഇഞ്ചിക്ക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞങ്ങൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഉപ്പ് ചേർക്കാം, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ മെയിൻ സാധനം ഇഞ്ചി, ഇഞ്ചിൻ്റെ കൂട്ടുകാരായ വെളുത്തുള്ളിയും പച്ചമുളകും, പിന്നെ കറിവേപ്പില, നല്ലെണ്ണ, കായപ്പൊടി ഒക്കെ ചേർത്ത് നമുക്ക് പാചകത്തിലോട്ട് കടക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് അടിക്കട്ടിലെ പാത്രം വയ്ക്കാം. പാത്രം ചൂടായ ശേഷം 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിനു ശേഷം കടുകിൻ്റെ കൂട്ടുകാരനായ വേപ്പിലേനെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കുട്ടൻ വിടുന്നതിന് മുമ്പ് പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റാം. അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമ്മളെ ഇഞ്ചിക്കുട്ടൻ വന്നു. ഇഞ്ചി നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റാം. ഇനി നമുക്ക് നീഹയുടെ ഒരു പാട്ട് കേൾക്കാം. ഒത്തു കളിക്കാൻ വന്നിടാം, ഒരു മേലെന്നായി തീർന്നിടാം, തൊട്ടിൽ കെട്ടി അടിപ്പാടി കുട്ടികൾ നാം ഒന്നായിടാം, ഊനാൽ കെട്ടി ആടിയിടാം, ഉന്മേഷത്തിൽ പാടിയിടാം, ഉയരാൻ മണ്ണിൽ ഒരു മേരോട് ഉത്തമരായി തീർന്നിടാം, ഉത്തമരായി തീർന്നിടാം. മാനത്തമ്പി പാതി മുറിഞ്ഞ് തോട്ടുവരമ്പിൽ വീണതെന്ന് പൊള്ളു പറഞ്ഞില്ലേ, പൊള്ളു പറഞ്ഞില്ലേ. എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇഞ്ചിയുടെ പച്ചച്ചുവൊക്കെ മാറി മസാലകൾ ചേർക്കാം. അച്ചാറ് കൂട്ടുന്നവരുടെ സൗന്ദര്യം കണക്കിലെടുത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ കാശ്മീരിൻ്റെ മുളക് പൊടി 3 സ്പൂൺ ചേർക്കാം. നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച കടുകും ഉലുവയും ചേർക്കാം. കറികളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത നമ്മുടെ ഉപ്പുണ്ടല്ലോ, ആവശ്യത്തിന് ചേർത്തെടുക്കാം. നമ്മളുടെ ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇഞ്ചിക്കുട്ടനുമായി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ അച്ചാർ ഇതാ തയ്യാറാവുന്നു. 1 2 3 4
ഇനി അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് 2 കയ്യിൽ സുർക്ക ഒഴിച്ചാൽ അച്ചാർ റെഡി. അപ്പം ഇതാ നമ്മുടെ ഉമ്മമ്മ 2 കയ്യിൽ സുർക്ക ഒഴിച്ച് അച്ചാർ റെഡിയാക്കുന്നു. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്താ ടേസ്റ്റ്, സൂപ്പർ ഇഞ്ചി അച്ചാർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇഞ്ചി അച്ചാർ അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ സൂപ്പറുമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മുടെ ഉമ്മമാൻ്റെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കും വരിക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ. ബൈ.